നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. 14 വർഷമായി അധികാരത്തിലിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ നേടാനായത് 121 സീറ്റുകൾ മാത്രമാണ്. ലേബർ പാർട്ടി 412 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തിയത്. ലിബറൽ ഡെമോക്രാറ്റ്സ് 71 സീറ്റുകളുമായി മൂന്നാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ബ്രിട്ടൻ പാർലമെന്റിലേക്ക് മലയാളിയായ ലേബർ പാർട്ടി നേതാവ് സോജൻ ജോസഫ് വിജയിച്ചത് വൻ ശ്രദ്ധ നേടിയിരുന്നു. ആഷ്ഫോൾഡ് മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ജോസഫ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൺസർവേറ്റീവ് നേതാവും ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുമുള്ള ഡാമിയൻ ഗ്രീനെ പരാജയപ്പെടുത്തിയാണ് സോജൻ ജോസഫ് പാർലമെന്റിലെത്തുന്നത്. കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ് സോജൻ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി കനത്ത തിരിച്ചടി നേരിടുമെന്ന രീതിയിൽ സർവേ ഫലങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കുടിയേറ്റ വിരുദ്ധ നയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ വംശജനായ സുനക്കിന് പ്രധാനമന്ത്രി പദം നഷ്ടമായെങ്കിലും 26 ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഇത്രയും ഇന്ത്യൻ വംശജർ ഒരുമിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. 107 ഇന്ത്യൻ വംശജരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചത്. ലേബർ പാർട്ടിയിലെയും കൺസർവേറ്റീവ് പാർട്ടിയിലെയും 26 സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നേരത്തെ 15 ബ്രിട്ടീഷ് വംശജരാണ് ബ്രിട്ടീഷ് പാർലമെന്റായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായിരുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് രാജ്യത്ത് ഭരണം നഷ്ടമാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഋഷി സുനക് രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അധികാരമാറ്റം ഉറപ്പിച്ചതോടെ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. നിലവിലെ കണക്കുകൾ പ്രകാരം 650 അംഗ പാർലമെന്റിൽ ലേബർ പാർട്ടി 409 സീറ്റും കൺസർവേറ്റീവ് പാർട്ടി 106 സീറ്റുമാണ് നേടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ലിബറൽ ഡെമോക്രാറ്റ്സ് 66 സീറ്റുകൾ നേടിയതും ശ്രദ്ധേയമായി. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഋഷി സുനക്കിന്റെ സർക്കാരിന് 8 മാസം കാലാവധി ബാക്കി നിൽക്കെയായിരുന്നു ഋഷി സുനക് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇനി ബ്രിട്ടന്റെ ഭാവി തീരുമാനിക്കാനുള്ള സമയമാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് അദ്ദേഹം പ്രതികരിച്ചത്. 2022 ഒക്ടോബറിലാണ് ഋഷി സുനക് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായാണ് ബ്രിട്ടന്റെ 57ാം പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ ഋഷി സുനക് അധികാരം ഏറ്റെടുക്കുന്നത്. 2 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ഏറ്റവും ധനികനായ പ്രധാനമന്ത്രിയുമാണ് ഋഷി. ഈ പദവിയിലെത്തുന്ന വെള്ളക്കാരനല്ലാത്ത ആദ്യ വ്യക്തി, ആദ്യ ഏഷ്യൻ വംശജൻ, ആദ്യ ഹിന്ദു മതവിശ്വാസി എന്നീ വിശേഷണങ്ങളാണ് ഋഷി സുനകിനുള്ളത്. ഇന്ത്യൻ വംശജനായ സുനക് പാർട്ടിയിലെ നേതൃമാറ്റത്തെ തുടർന്ന് 2 വർഷം മുൻപാണ് പ്രധാനമന്ത്രിയായത്. 5 വർഷത്തെ ഇടവേളയിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെങ്കിലും ആ സമയപരിധിക്ക് മുൻപായി പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ബ്രിട്ടനിൽ അവസാനം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2019 ഡിസംബറിലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.